നമസ്കാരം. കന്നഡ ചലച്ചിത്ര സംവിധായകനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും കവർച്ച നടത്തുകയും ചെയ്ത സംഭവത്തിൽ പുറത്തുവരുന്നത് വലിയൊരു ഗൂഢാലോചനയുടെ വിവരങ്ങൾ. കേസിൽ സിനിമാ നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഐശ്വര്യ ഉൾപ്പെടെ 11 പേരെയാണ് ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. അനീഷ് ക്രിയേഷൻസ് എന്ന പേരിൽ മോഡലിംഗ് കാസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന തമിഴ്നാട് സ്വദേശിയായ ടി.എ. അനീഷാണ് അക്രമത്തിന് ഇരയായത്. സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് ആക്രമണം നടന്നതെന്ന് പോലീസ് അറിയിച്ചു. നിരവധി ഡോക്യുമെന്ററികളിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ അനീഷിനെയാണ് നടി ഉൾപ്പെടുന്ന സംഘം മുംബൈയിൽ നിന്ന് ബംഗളൂരുവിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. അനീഷിന് മുൻപരിചയമുണ്ടായിരുന്ന ആശീർവാദ് എന്നയാളാണ് കൃത്യം ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറയുന്നു. കൈകാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതിനെ തുടർന്ന് ഫെബ്രുവരി 11-നാണ് അനീഷ് അടുഗോടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. ആശുപത്രി അധികൃതർ ഇതൊരു മെഡിക്കോ ലീഗൽ കേസായി റിപ്പോർട്ട് ചെയ്തതോടെയാണ് സംഭവം പുറലോകം അറിഞ്ഞത്. പ്രതികളിൽ ഒരാൾ അനീഷിൽ നിന്ന് വാങ്ങിയ 2.5 ലക്ഷം രൂപയുടെ വായ്പയെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. കൂടാതെ അനീഷിന്റെ പുറത്തിറങ്ങാത്ത ചിത്രമായ ജീവനതേ ഭാഷയിൽ ലക്ഷ്മി നാരായൺ എന്ന നടി നിക്ഷേപിച്ച 6 ലക്ഷം രൂപയെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അക്രമത്തിന് കാരണമായതായി പോലീസ് പറയുന്നു. പണം മുടക്കിയ ലക്ഷ്മി നാരായണയുമായി ഉടക്കിയാണ് അനീഷ് മുംബൈയിലേക്ക് പോകുന്നത്. ഏകദേശം 2 മാസം മുൻപാണ് അനീഷ് മുംബൈയിലേക്ക് താമസം മാറിയത്. തന്റെ പക്കലുള്ള ഹോണ്ട CR-V കാർ വിൽക്കാനുള്ള താല്പര്യം ബംഗളൂരു ഇന്ദിരാനഗറിലെ സുഹൃത്തായ നടി ഐശ്വര്യയെ ഇയാൾ അറിയിച്ചിരുന്നു. ഇതറിഞ്ഞ പ്രതികളുടെ സംഘം കാർ വിൽക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. തുടർന്ന് ഫെബ്രുവരി 9-ന് അനീഷ് മുംബൈയിൽ നിന്ന് ബംഗളൂരുവിലെത്തി. ഇന്ദിരാനഗറിന് സമീപം വെച്ച് നടി ഐശ്വര്യയും ഷാഹിദ് എന്ന വ്യക്തിയെയും മറ്റൊരു കൂട്ടാളിയും അനീഷ് നേരിൽ കണ്ടു. വാഹനം പരിശോധിക്കാനെന്നും അഡ്വാൻസ് തുക നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അനീഷിനെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തിയ ഉടൻ തന്നെ അനീഷ് പ്രവേശിച്ചതിന് പിന്നാലെ പിന്നിൽ നിന്ന് വാതിൽ പൂട്ടി. തുടർന്ന് 5-6 പേരടങ്ങുന്ന സംഘം ക്രിക്കറ്റ് സ്റ്റമ്പുകളും ഹോക്കി സ്റ്റിക്കുകളും ഉപയോഗിച്ച് അനീഷിനെ ക്രൂരമായി മർദ്ദിച്ചതായും പോലീസ് പറയുന്നു. തമിഴ്നാട് പോലീസിൽ നൽകിയ പരാതി ഉൾപ്പെടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയിട്ടുള്ള എല്ലാ പരാതികളും പിൻവലിക്കണമെന്നും അവയുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അനീഷ് ഇതിന് വഴങ്ങാതിരുന്നതോടെ മർദ്ദനം തുടരുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. അനീഷിന്റെ കൈവശമുണ്ടായിരുന്ന മാലയും മോതിരവും അടങ്ങുന്ന ഏകദേശം 22 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും 30,000 രൂപയും അക്രമികൾ തട്ടിയെടുത്തു. പിന്നീട് കാറിൽ കയറ്റി തുംകുരു ജില്ലയിലെ മന്ത്രഗിരി കുന്നിന് സമീപമുള്ള വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് സംഘത്തിൽ 2 പേർ കൂടി ചേരുകയും അനീഷിനെ വീണ്ടും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ബംഗളൂരുവിലെത്തിച്ച് മുറിയിൽ പൂട്ടിയിട്ടും റോഡിൽ വെച്ചും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ അനീഷ് പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. പരാതി ലഭിച്ചതിനെ തുടർന്ന് അടുഗോടി പോലീസ് സ്റ്റേഷനിൽ തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടങ്കൽ വെക്കൽ, മർദ്ദനം, കവർച്ച എന്നീ കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് 6 മൊബൈൽ ഫോണുകൾ, സ്വർണ്ണാഭരണങ്ങൾ, ഒരു കാർ, പണം എന്നിവ കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സംഭവത്തിന്റെ പൂർണ്ണരൂപം പുറത്തു കൊണ്ടുവരാൻ വിശദമായ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു. അനീഷ് നിരവധി ആൽബം ഗാനങ്ങളും ഹ്രസ്വ ചിത്രങ്ങളും ജീവനതേ ഭാഷ എന്ന ഫീച്ചർ ഫിലിമും സംവിധാനം ചെയ്തിട്ടുണ്ട്. കന്നഡ, തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് ആഷ്മെല്ലോ എന്ന പേരിൽ അറിയപ്പെടുന്ന നടി ഐശ്വര്യ. നേരത്തെ ഹള്ളി പവർ എന്ന റിയാലിറ്റി ഷോയിൽ നിന്ന് പാതി വഴിയിൽ ഇറങ്ങിപ്പോയതും വലിയ വാർത്തയായിരുന്നു. ധ്വംസ, ഭൈര തുടങ്ങി വരാനിരിക്കുന്ന ചിത്രങ്ങളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട്.